ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയിലെ മഹാനടനാണല്ലോ മെഗാസ്റ്റാർ മമ്മൂക്ക ഇന്നലെ രാത്രി മുതൽ ശക്തമായ ഒരു എയറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയ താരം, അതോടൊപ്പം തന്നെ നന്മയുള്ള താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന്. എന്നാൽ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിൽ ബഗ് വരാറുണ്ട്, എറർ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിലേക്കും എയറിലേക്കെല്ലാം തന്നെ പോകാനുള്ള പല സാഹചര്യങ്ങൾക്കുള്ള വഴിയെല്ലാം തന്നെ മമ്മൂക്ക തന്നെ വെട്ടിത്തെളിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രശ്നം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയം ഒരുപാട് മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നവർക്കെല്ലാം തന്നെ അറിയാം സാന്ദ്ര തോമസിന്റെ നിലപാടുകൾ എത്രത്തോളം ശരിയാണ് എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെ വിഷയത്തിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയ കമന്റ്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സാന്ദ്ര തോമസിനുള്ള പിന്തുണ എത്രത്തോളമാണ് എന്ന്. എന്നാൽ അതുപോലും നമ്മുടെ അപ്ഡേറ്റഡ് മമ്മൂക്കയ്ക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ സാന്ദ്ര തോമസുമായുള്ള മമ്മൂട്ടിയുടെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ മമ്മൂക്ക തന്നെ വിളിച്ചിരുന്നുവെന്നും കേസുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നും മെഗാസ്റ്റാർ പറഞ്ഞുവെന്നാണ് സാന്ദ്ര തോമസ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്കിക്കുള്ള മറുപടിയായിട്ട് എന്ത് പറഞ്ഞുവെന്ന് സാന്ദ്ര വെളിപ്പെടുത്തുന്നുണ്ട്. അത് പ്രകാരം മമ്മൂക്കിയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കരുത് എന്ന് മകളോട് പറയുമോ എന്നാണ് സാന്ദ്ര മമ്മൂക്കിയോട് ചോദിച്ചത്. അതിനുള്ള മറുപടിയായിട്ട് മമ്മൂക്ക പറഞ്ഞത് സാന്ദ്രയുടെ ഇഷ്ടം പോലെ, അതിൽ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ നിന്നും മമ്മൂക്ക പിന്മാറിയെന്ന് കൂടി സാന്ദ്ര വെളിപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ ഇങ്ങനൊരു നിലപാടിൽ മമ്മൂക്ക എത്താനുള്ള കാരണത്തെക്കുറിച്ചും സാന്ദ്ര പറയുന്നുണ്ട്. മമ്മൂക്കിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡന്റ്, അത് കാരണമാകാം മമ്മൂക്ക അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് എന്ന് സാന്ദ്ര വെളിപ്പെടുത്തുന്നു. ആരാണ് ആ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും ആൻജോ ജോസഫ് ആണ് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ മെഗാസ്റ്റാറിന്റെ സമീപനം ഒട്ടും ശരിയായില്ല എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എല്ലാവരും ഇതിനോടൊക്കെ തന്നെ വലിയ സപ്പോർട്ടാണ് സാന്ദ്ര തോമസിന് ഈ ഫോൺ കോളിന് മുന്നേ തന്നെ നൽകിയത്. ഇപ്പോഴത്തെ ആ ഒരു സപ്പോർട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എന്തായാലും സാന്ദ്രയുടെ ഭാഗം തന്നെ ജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ മമ്മൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് അദ്ദേഹം വിശ്രമത്തിലാണ്. ഒപ്പം തന്നെ സിനിമകൾ പുതുതായിട്ട് ഒരു സിനിമ റിലീസായിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ തുടർച്ചയായിട്ട് എയറിൽ പോകുന്ന മെഗാസ്റ്റാറിനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഫോൺ കോൾ വിഷയം മാത്രമല്ല, അതിനു മുന്നേ തന്നെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെല്ലാം തന്നെ ഒരുപാട് റീലുകൾ നിങ്ങൾ തന്നെ കണ്ടിരിക്കുമല്ലോ. ചിലരുടെ ഡയലോഗ് വെട്ടിക്കൽ, അതോടൊപ്പം തന്നെ സിനിമയിൽ നിന്ന് മാറ്റൽ തുടങ്ങിയ നിരവധി ഇക്കയുടെ പ്രാങ്കുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ് മെഗാസ്റ്റാർ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. അവസാനമായിട്ട് ഇന്ന് 54ാമത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ മമ്മൂട്ടിസം ആഘോഷിക്കുന്ന മെഗാസ്റ്റാറിന് ആശംസകൾ.